രാത്രിയുടെ കനത്ത നിശബ്ദത. ചുറ്റും സമാധാനം പരന്നുകിടക്കുന്നു. നിങ്ങൾ ഗാഠനിദ്രയിലാണ്. ദിവസം മുഴുവനുള്ള ക്ഷീണത്തിനു ശേഷം നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ ഉറക്കം മുറിയുന്നത്. നിങ്ങൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടെഴുന്നേൽക്കുന്നു. അപരിചിതമായ ഒരു അസ്വസ്ഥത നിങ്ങളെ പിടികൂടുന്നു. നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കുന്നു. ഓരോ തവണയും സൂചികൾ പുലർച്ചെ 3 മണിനും 5 ഇടയിലുള്ള സമയം കാണിക്കുന്നു. ഉറക്കം മുറിയാൻ കാരണം മൂത്രമൊഴിക്കാനുള്ള അതിയായ ആഗ്രഹം. നിങ്ങളിൽ എത്രയോ പേർ ഓരോ രാത്രിയിലും ഈ അനുഭവത്തിലൂടെ കടന്നുപോകുന്നുണ്ടാകും. ഒരുപക്ഷെ നിങ്ങളിതൊരു സാധാരണ ശാരീരിക പ്രക്രിയയായി കണ്ട് തള്ളിക്കളയുന്നുണ്ടാകാം. രാത്രി വെള്ളം കൂടുതൽ കുടിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രായത്തിന്റെ കുഴപ്പമായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം നിന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ഓരോ തവണയും കൃത്യം ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഉറക്കം മുറിയുന്നത്? എന്തുകൊണ്ട് രാത്രി 12 മണിക്ക് മുറിയുന്നില്ല? എന്തുകൊണ്ട് രാവിലെ 6 മണിക്ക് മുറിയുന്നില്ല? ഇന്ന് നമ്മൾ ഏത് രഹസ്യത്തിൽ നിന്നാണോ തിരശീല നീക്കാൻ പോകുന്നത്, അതറിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയേക്കാം. കാരണം ഇതൊരു സാധാരണ സംഭവമല്ല, മറിച്ച് ഇത് പ്രപഞ്ചത്തിന്റെ ദിവ്യശക്തികൾ നിങ്ങൾക്ക് നേരിട്ടയച്ചു തരുന്ന ആഴമേറിയതും നിഗൂഢവുമായ ഒരു സൂചനയാണ്. ഇതൊരു വിളിയാണ്, ഒരു സന്ദേശമാണ്, ഒരു മുന്നറിയിപ്പും ഒപ്പം ഒരവസരവുമാണ്. പക്ഷേ ഇതുവരെ നിങ്ങളിത് കേൾക്കാതെ പോരുകയായിരുന്നു. എന്നാൽ ഇനി ശ്വാസമടക്കി പിടിച്ചിരിക്കൂ, കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ രഹസ്യം ഇന്ന് നിങ്ങൾ അറിയാൻ പോവുകയാണ്. പുലർച്ചെ 3 മണിനും പുലർച്ചെ 5 മണിനുമിടയിൽ മൂത്രമൊഴിക്കാനായി നിങ്ങളുടെ ഉറക്കമുണരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിധി, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ ഒരു ലക്ഷണമാണ്. ഇതൊരു സത്യമാണ്. ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ സംഭവത്തെ നിങ്ങൾക്ക് സാധാരണമായി കാണാൻ കഴിയില്ല. നമ്മുടെ പ്രാചീന വേദങ്ങളിലും പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും സമയത്തെ വെറുമൊരു ക്ലോക്കിലെ സൂചിയായിട്ടല്ല കണക്കാക്കുന്നത്. സമയത്തെ ഒരു ജീവനുള്ള ശക്തിയായി, ഒരു ഊർജ്ജമായിട്ടാണ് കാണുന്നത്. ദിവസത്തിലെ ഓരോ മണിക്കൂറിനും അതിന്റേതായ സ്വാധീനമുണ്ട്, ഒരു പ്രത്യേക ശക്തിയുണ്ട്. എന്നാൽ ഇവയിലെല്ലാം വെച്ച് ഏറ്റവും പവിത്രവും ഏറ്റവും ശക്തവും ഏറ്റവും അത്ഭുതകരവുമായി കണക്കാക്കപ്പെടുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് പുലർച്ചെ 3 മണി മുതൽ പുലർച്ചെ 5 മണി വരെയുള്ള സമയമാണ്. ബ്രഹ്മം എന്നാൽ പരമാത്മാവ് എന്നും മുഹൂർത്തം എന്നാൽ സമയം എന്നുമാണർത്ഥം. അതായത് ദൈവത്തിന്റെ സമയം എന്ന് വിളിക്കപ്പെടുന്ന സമയമാണിത്. ഈ സമയത്ത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഊർജ്ജം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു, പകലിന്റെ വെളിച്ചം ഇതുവരെ വന്നിട്ടുമില്ല. ഇത് രണ്ടിനുമിടയിലുള്ള ഒരു മാന്ത്രിക നിമിഷമാണ്. ഈ സമയത്താണ് ദേവീദേവന്മാരും ഋഷിവര്യന്മാരും ദിവ്യ ആത്മാക്കളും സൂക്ഷ്മരൂപത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ലതും ശുദ്ധവും ശാന്തവുമായ ഊർജ്ജങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കും. ഈ സമയത്തെ കാറ്റിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. കാറ്റിൽ ഒരു തണുപ്പും ഉന്മേഷവുമുണ്ടാകും. പക്ഷികൾ ചിലച്ചു തുടങ്ങുന്നു. ഈ സമയം വെറുതെ ശാന്തം മാത്രമല്ല, വളരെ പ്രത്യേകതയുള്ളതുമാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതിന് രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം മുറിയുന്നതും മൂത്രമൊഴിക്കാനുള്ള തോന്നലും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ബന്ധം വളരെ ആഴമേറിയതാണ്. ഈ ദിവ്യ ഊർജ്ജം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേരിട്ട് സംസാരിക്കില്ല. അത് നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു മാധ്യമമാക്കുന്നു. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ അത് നിങ്ങളുടെ ശരീരത്തിൽ മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹമുണ്ടാക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി. ഇതൊരു അസുഖമല്ല, ഇതൊരു തെറ്റുമല്ല, ഇതൊരു സൂചനയാണ്. ഇതൊരു ദിവ്യമായ ഡിവൈൻ അലാം ക്ലോക്കാണ്. അത് ഓരോ രാത്രിയിലും നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കൂ, ഉണരൂ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എഴുന്നേൽക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, തിരികെ വന്ന് വീണ്ടും ഉറങ്ങുന്നു. ഇതൊരു സാധാരണ കാര്യമാണെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ രാത്രിയിലും ഒരു പ്രത്യേക അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ഈശ്വരൻ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയം, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയം, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയം. നമ്മൾ അത് മനസ്സിലാക്കാതെ തള്ളിക്കളയുന്നു. അടുത്ത തവണ പുലർച്ചെ 3 മണിനും പുലർച്ചെ 5 മണിനുമിടയിൽ നിങ്ങളുടെ ഉറക്കം മുറിയുമ്പോൾ ഒരു നിമിഷം നിൽക്കുക, ചിന്തിക്കുക. ഒരുപക്ഷേ ഇത് വെറും മൂത്രമൊഴിക്കാനുള്ള തോന്നലല്ല, മറിച്ച് ഒരു ദിവ്യമായ വിളിയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരിക്കാം. ഇപ്പോൾ ചോദ്യം ഇതാണ്, പ്രപഞ്ചത്തിലെ ഈ ദിവ്യശക്തി നിങ്ങളുമായി മാത്രം എന്തിനു ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു? ഓരോ രാത്രിയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഗാഠനിദ്രയിലായിരിക്കും. പിന്നെ ഈ സൂചന നിങ്ങൾക്ക് മാത്രം ലഭിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിന്റെ യാത്രയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നാമത്തെ കാരണം, നിങ്ങളുടെ ആത്മാവ് ഉണരേണ്ടതിന്റെ വക്കിലെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടോ മുൻജന്മങ്ങളിലെ പ്രാർത്ഥനകൾ കൊണ്ടോ നിങ്ങളെ ഉണർത്തേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ ചേതനയുടെ കോൺഷ്യസ്നസ് നിലവാരം ഇപ്പോൾ പ്രപഞ്ചശക്തികൾക്ക് നിങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഉയരത്തിലാണ്. പ്രപഞ്ചം ആത്മീയ യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത
ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. ഓരോ രാത്രിയിലും ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ഊർജ്ജം വേഗത്തിൽ വളരുന്നു എന്നതിന്റെ സൂചനയാണ്. മൂത്രമൊഴിക്കാനുള്ള ആഗ്രഹം വെറുമൊരു കാരണം മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം എന്നും നിങ്ങളെ വിളിക്കുന്ന ആ ദിവ്യ ഊർജ്ജവുമായി ബന്ധപ്പെടണം എന്നുമാണ്. രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ പിതൃക്കൾ അഥവാ പൂർവികർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൈന്ദവ വിശ്വാസത്തിൽ പിതൃക്കളെ ദൈവങ്ങൾക്ക് തുല്യമായാണ് കാണുന്നത്. അവർ ഇപ്പോൾ ഈ ലോകത്തില്ലെങ്കിലും സൂക്ഷ്മരൂപത്തിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതിക ലോകവും സൂക്ഷ്മലോകവും തമ്മിലുള്ള മതിൽ ഏറ്റവും കനം കുറയുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഈ നിമിഷത്തിലാണ് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നത്. നിങ്ങളുടെ ഉറക്കം പതിവായി പുലർച്ചെ 3 മണിനും പുലർച്ചെ 5 മണിനും ഇടയിൽ മുറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാകാമത്. ഒരുപക്ഷെ അവർ എന്തെങ്കിലും ദുഃഖത്തിലൂടെ കടന്നുപോകുകയാവാം. അവരുടെ മോക്ഷത്തിനായി നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സന്തോഷവാർത്ത അറിയിക്കാനോ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ വന്നതാകാം. ചിലപ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമായിരിക്കും വരുന്നത്, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാൻ. നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പിതൃക്കൾ ആ സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുത്തു തന്നെയുണ്ടാകും. അവർ നിങ്ങളെ നോക്കുന്നുണ്ടാകും, നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടാകും. ഓരോ രാത്രിയിലുമുള്ള നിങ്ങളുടെ ഈ ഉണർവ് നിങ്ങളും നിങ്ങളുടെ പൂർവികരും തമ്മിലുള്ള ഒരു പാലമായി മാറിയിരിക്കുന്നു. അതിനാൽ അടുത്ത തവണ രാത്രി ഈ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഇതൊരു ശാരീരിക ആവശ്യം മാത്രമാണെന്ന് കരുതരുത്. നിൽക്കൂ, അനുഭവിക്കൂ. ആരോ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രപഞ്ചമോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളോ നിങ്ങളോടെന്തെങ്കിലും പറയാൻ വന്നതാകാം. നിങ്ങൾ തനിച്ചല്ല. ഏതോ ഒരു അദൃശ്യശക്തി ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെയുണ്ട്. മൂന്നാമത്തെ കാരണം, നിങ്ങളുടെ ഇഷ്ടദേവന്റെ വിളി. ഓരോ ആത്മാവിനും ഒരു ഇഷ്ടദേവനുണ്ടാകും. ആത്മാവിന് ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു പ്രത്യേക ദേവിയോ ദേവനോ. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ഇഷ്ടദേവന് സമയം നൽകാൻ നിങ്ങൾ മറന്നിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ആത്മാവ് മറന്നിട്ടില്ല. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമ്പോൾ അതൊരു യാദൃശ്ചികതയല്ല. ഞാനിവിടെയുണ്ട്, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു, വരൂ, എന്നോട് സംസാരിക്കൂ, നിന്റെ മനസ്സ് എന്റെ മുന്നിൽ തുറക്കൂ എന്ന് നിങ്ങളുടെ ഇഷ്ടദേവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാകാമത്. ബ്രഹ്മമുഹൂർത്തത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ തടസ്സങ്ങളില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനിലേക്ക് എത്തുന്നത്. പകൽ സമയത്ത് 100 തവണ ചെയ്യുന്ന പൂജയുടെ ഫലം ഈ സമയത്തെ ഒരു സത്യസന്ധമായ വിളിയിലൂടെ ലഭിക്കും. പരമാത്മാവ് ഈ ദിവ്യമായ മൗനത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഓരോ രാത്രിയിലും ഈ പ്രത്യേക സമയത്ത് ഉണർത്തുന്നത്. നാലാമത്തെ കാരണം, നിങ്ങളുടെ ശരീരവും പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം വെറും മാംസവും എല്ലുകളും കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഇത് പഞ്ചഭൂതങ്ങളാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം നിർമ്മിതമാണ്. വാതം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളാണ് ശരീരത്തെ സന്തുലിതമായി നിലനിർത്തുന്നതെന്ന് ആയുർവേദം പറയുന്നു. രാത്രി 2 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം വാതകാലം എന്ന് വിളിക്കപ്പെടുന്നു. വാതത്തിന്റെ ജോലി ചലനം അഥവാ വേഗത നൽകുക എന്നതാണ്. ശരീരത്തിൽ നിന്ന് മലമൂത്ര വിസർജനം നടത്തുന്നതും ഈ ചലനത്തിന്റെ ഭാഗമാണ്. പ്രപഞ്ചത്തിലെ ഊർജ്ജം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉച്ചസ്ഥായിയിലെത്തുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെയും ഉണർത്താൻ തുടങ്ങുന്നു. ഇതിലൂടെ വാദം സജീവമാവുകയും നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ശരീരത്തിന്റെ വെറുമൊരു ആവശ്യം മാത്രമായി നിങ്ങൾ കണ്ടിരുന്ന കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരവും പ്രപഞ്ചത്തിന്റെ ക്ലോക്കും തമ്മിലുള്ള താളപ്പൊരുത്തമാണ്. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് എന്റെ ഉള്ളിലും സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുകയാണ്. ഇത് ശരീരവും പ്രപഞ്ചവും തമ്മിലുള്ള ആഴമേറിയ ബന്ധമാണ്. ഇത് അനുഭവിക്കുന്നത് സ്വയം കണ്ടെത്തുന്നതിന് തുല്യമാണ്. ഇനി ചോദ്യം, ഈ സൂചന മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത തവണ 3 മണിക്കും 5 മണിക്കുമിടയിൽ മൂത്രമൊഴിക്കാനായി നിങ്ങളുടെ ഉറക്കമുണരുമ്പോൾ അതിനെ ഒരു ബുദ്ധിമുട്ടായോ തടസ്സമായോ കാണരുത്. അതിനെ ഒരു വരദാനമായി കാണുക. ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യം. എന്തു ചെയ്യണം? ഉറക്കമുണർന്ന ഉടനെ ദേഷ്യപ്പെടരുത്. നിങ്ങളെ ഉണർത്തിയ ആ ദിവ്യശക്തിയോട് മനസ്സിൽ നന്ദി പറയുക. സമാധാനത്തോടെ എഴുന്നേൽക്കുക. ബാത്റൂമിൽ പോവുക. തിരികെ വന്ന് ഉടനെ പുതപ്പിനുള്ളിലേക്ക് കയറരുത്. അതാണ് ഏറ്റവും സാധാരണവും വലുതുമായ തെറ്റ്. നിങ്ങളുടെ കൈകാലുകളും മുഖവും തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇത് നിങ്ങളുടെ ഉറക്കം മാറ്റാനും ഉന്മേഷം തോന്നിപ്പിക്കാനും സഹായിക്കും. ശേഷം കുറച്ചു മിനിറ്റ് മിണ്ടാതെ ഇരിക്കുക. വേണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ആ നിശബ്ദതയെ ശ്രദ്ധിക്കാം. കാരണം നിങ്ങൾക്കയച്ച സന്ദേശം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഓർക്കുക, ഈ സമയത്ത് നിങ്ങളുടെ ഉറക്കം മുറിയുന്നത് യാദൃശ്ചികമല്ല, മറിച്ച് നിങ്ങളെ ഉണർത്താനുള്ള ശ്രമമാണ്. പ്രപഞ്ചവും നിങ്ങളുടെ ഇഷ്ടദേവനും നിങ്ങളുടെ പൂർവികരും നിങ്ങളുടെ ശരീരം തന്നെയും നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ എഴുന്നേൽക്കൂ, അതിനുള്ള സമയം വന്നിരിക്കുന്നു. വെറുതെ സുഖമായിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. നടുവ് നിവർത്തിവെക്കുക. സാവധാനം ശ്വാസമെടുക്കുന്നതിലും വിടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം വെറും വായുവല്ല,
മറിച്ച് നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിലെ പവിത്രമായ ഊർജ്ജമാണെന്ന് അനുഭവിക്കുക. നിങ്ങൾ ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ ആശങ്കകളും തിന്മകളും പുറത്തേക്കു പോകുന്നു. കുറച്ചു മിനിറ്റ് ഈ ശാന്തതയിലിരിക്കുക. ഈ സമയത്ത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരുപക്ഷെ ഒരു നല്ല ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം, അല്ലെങ്കിൽ കുറേക്കാലമായി നിങ്ങൾ അന്വേഷിക്കുന്നൊരു ഉത്തരം ലഭിച്ചേക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തെ ധ്യാനിക്കാം, അല്ലെങ്കിൽ താഴ്ന്ന ശബ്ദത്തിൽ ഓം എന്ന് ജപിക്കാം. ഓം എന്ന ശബ്ദം പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ബന്ധിപ്പിക്കുകയും നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരെയും ഓർക്കാം. അവരോട് മനസ്സിൽ പ്രാർത്ഥിക്കാം, ഹേ എന്റെ പൂർവികരെ, ഞാൻ നിങ്ങളെ പ്രണമിക്കുന്നു. ദയവായി ഞങ്ങളിൽ നിങ്ങളുടെ കൃപ നിലനിർത്തേണമേ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഉറക്കം വന്നേക്കാം. പക്ഷേ തോറ്റുകൊടുക്കരുത്. വെറും 5 മുതൽ 10 മിനിറ്റ് വരെ തുടങ്ങി നോക്കൂ. പതിയെ നിങ്ങൾക്ക് ഈ സമയം ഇഷ്ടപ്പെട്ടു തുടങ്ങും. നിങ്ങളുടെ മനസ്സും ശരീരവും ഈ സമയത്തിനായി തയ്യാറെടുക്കാൻ തുടങ്ങും. ഇത് ഇപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിന്റെ ദാഹമാണ്. ഓരോ രാത്രിയിലുമുള്ള ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയ തിളക്കം വരും. നിങ്ങളുടെ വേവലാതികളും ഭയവും കുറയും. ഇതൊരു മാജിക്കോ അന്ധവിശ്വാസമോ അല്ല, മറിച്ച് ഒരു ശാസ്ത്രീയ രീതിയാണ്. പ്രപഞ്ചം അതിന്റെ മുഴുവൻ ഊർജ്ജവും നിങ്ങൾക്കായി നൽകുന്ന ആ പ്രത്യേക സമയം ശരിയായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. പലരും ജീവിതകാലം മുഴുവൻ അന്വേഷിക്കുന്ന ആ നിധിയുടെ താക്കോൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ചിന്തിക്കുക, പ്രപഞ്ചം നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു പ്രത്യേക അവസരം നൽകുകയാണ്. ആ പ്രപഞ്ചശക്തി ദിവസവും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു. പക്ഷെ നിങ്ങൾ പലപ്പോഴും അത് അവഗണിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അങ്ങനെ സംഭവിക്കില്ല. ഉറക്കം മുറിയുന്നത് ഒരു പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിഹാരമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല എന്നതിന്റെ സൂചനയാണിത്. ഈ സംഭവത്തെ ഓർത്ത് ഭയപ്പെടേണ്ട, മറിച്ച് ഇതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ലെന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് അടുത്ത തവണ രാത്രിയുടെ നിശബ്ദതയിൽ 3 മണിക്കും 5 മണിക്കുമിടയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ഭയപ്പെടേണ്ട. പുഞ്ചിരിക്കുക. എന്നിട്ട് മനസ്സിൽ പറയുക, ഞാൻ തയ്യാറാണ്. നന്ദി.